സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് വെഞ്ചുറിമീറ്ററും ഒറിഫീസ് മീറ്ററും പിറ്റർ ട്യൂബും ഒക്കെ ആയിരുന്നു. ബെർണോളിസ് ഇക്വേഷൻ അപ്ലിക്കേഷനാണ്. ഒരു പൈപ്പ് ഫ്ലോനകത്തുള്ള ഡിസ്ചാർജ് വെലോസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഒറിഫീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒറിഫീസസ് എന്താണ് എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കണം. അതിനുശേഷം അതിനകത്ത് കുറച്ച് കോയഷ്യൻസ് ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കണം. സോ എന്താണ് ഒറിഫീസ് എന്നുള്ളത് നോക്കാം. ഇവിടെ ഒറിഫീസ് ആൻഡ് മൗത്ത് പീസസ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒറിഫീസസും മൗത്ത് പീസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മൗത്ത് പീസസ് പഠിക്കാനില്ല, ഒറിഫീസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഒറിഫീസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹോളാണ്. ഒറിഫീസ് മീറ്റർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒറിഫീസ് മീറ്ററും ഒറിഫീസും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ഒറിഫീസ് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ പ്ലേറ്റിനകത്തുള്ളൊരു ഹോൾ ഉണ്ടായിരുന്നു. അത് യൂസ് ചെയ്ത് നമ്മൾ ഒരു പൈപ്പ് ഫ്ലോനകത്തുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കുമായിരുന്നു ചെയ്ത് ഒറിഫീസ് മീറ്റർ വെച്ചിട്ട്. അപ്പോൾ ഈ ഒറിഫീസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹോളാണ്. ഓക്കെ, ഒരു ഹോളാണ് ഒറിഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്ന ഒറിഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്മോൾ ഓപ്പണിംഗ് ഓഫ് എനി ക്രോസ് സെക്ഷൻ. ഏത് ക്രോസ് സെക്ഷനിലും ആവാം ഓപ്പണിങ്. അത് ഒറിഫീസ് മീറ്ററിൽ നമ്മൾ പറഞ്ഞ് സർക്കുലർ ആയിരുന്നു. അങ്ങനെ ആവണമെന്നില്ല. ഇവിടെ പറയുന്ന ഒറിഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ക്രോസ് സെക്ഷനിലും സർക്കുലർ ആവാം. ചിലപ്പം ആ ഹോള് ചിലപ്പോൾ ഒരു ട്രയാങ്കുലർ ഹോളാവാം, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഹോളാവാം, എങ്ങനെയാവാം, ക്രോസ് സെക്ഷൻ എന്തോ ആവാം. ഓൺ ദ സൈഡ് ഓർ അറ്റ് ദ ബോട്ടം ഓഫ് എ ടാങ്ക്. ഒരു ടാങ്കിൻ്റെ ബോട്ടം പോർഷനിൽ ഒരു ഹോൾ ഉണ്ടാവും. അതിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യും പുറത്തോട്ട്. അപ്പോൾ അതാണ് ഒറിഫീസ് എന്നുള്ള സെക്ഷനിൽ നമ്മൾ പഠിക്കുന്ന കാര്യം. അപ്പോൾ ത്രൂ വിച്ച് എ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ്. അപ്പോൾ മൗത്ത് പീസ് എന്താണെന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും ഇറ്റ്സ് എ ഷോർട്ട് ലെങ്ത് ഓഫ് പൈപ്പാണ് വിച്ച് ഈസ് 2 to 3 times ഇറ്റ്സ് ഡയമീറ്റർ ഇൻ ലെങ്ത്ത്. അത്രയും ലെങ്ത്തുള്ള ഒരു പൈപ്പാണ് ഈ ഒരു മൗത്ത് പീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹോളിന് ഒരു പൈപ്പ് കണക്ട് ചെയ്ത പോലെ ചെറിയൊരു പൈപ്പ് ഉണ്ടാവും. അതാണ് മൗത്ത് പീസ് എന്ന് പറയുന്നത്. ഒറിഫീസ് എന്ന് പറയുമ്പോൾ ഒരു ഹോള് മാത്രമായിരിക്കും. അത് ക്ലിയർ ആവാനാണ് ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 7.1 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ കാണുന്ന ഒരു ടാങ്കാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ടാങ്കിൽ നമ്മൾ ഇത്രയും ഡെപ്തിൽ ഒരു വാട്ടർ അല്ലെങ്കിൽ ഒരു ലിക്വിഡ്, ഇവിടെ ഒരു വാട്ടറാണ് പറയുന്നത്. അപ്പോൾ വാട്ടർ കൺസിഡർ ചെയ്യുക. ഇത്രയും ഡെപ്തിൽ ടാങ്കിനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ ആ ടാങ്കിൻ്റെ ബോട്ടം സൈഡിൽ ഒരു ഹോളുണ്ട്. അതിനാണ് നമ്മൾ ഒറിഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, ടാങ്ക് വിത്ത് ആൻ ഒറിഫീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇങ്ങനെയുള്ള കേസിൽ വലിയൊരു ടാങ്ക് കൺസിഡർ ചെയ്യുക. അതിനിടയിൽ ഒരു ഒറിഫീസ് ഉണ്ട്. അതിലൂടെ ഫ്ലൂയിഡ് പുറത്തോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനെയാണ് ഈ ഒരു ഫ്ലോ ചെയ്യുമ്പോഴുള്ള പുറത്തോട്ട് ഒറിഫീസ് കടന്ന് പുറത്തോട്ട് ഫ്ലോ ചെയ്യുമ്പോഴുള്ള വെലോസിറ്റിയാണ് നമ്മളിതിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു ടാങ്ക്, അതിൻ്റെ ബോട്ടം സൈഡായിട്ട് ഒരു ഒറിഫീസ് ഉണ്ട്, അതായത് ഒരു ഹോൾ ഉണ്ട്. അപ്പോൾ അവിടെയുള്ള വെലോസിറ്റിയൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അതാണ് ഒറിഫീസ്, ടാങ്ക് വിത്ത് ആൻ ഒറിഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒറിഫീസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഒറിഫീസ് എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒറിഫീസിന് നമുക്ക് സ്മോൾ ഒറിഫീസ് എന്നും ലാർജ് ഒറിഫീസ് എന്നും പറയാം. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ സൈസ് ഓഫ് ഒറിഫീസ് ആണ്. ആ ഹോളിൻ്റെ സൈസിനനുസരിച്ചാണ് നമ്മൾ സ്മോൾ എന്നും ലാർജ് എന്നും പറയുന്നത്. ഓക്കെ, അതായത് ഹെഡ് ഓഫ് ലിക്വിഡ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഒറിഫീസ്. ആ ഒരു ഹെഡ് ഓഫ് ലിക്വിഡ് കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് പറയുന്നത്. ഇഫ് ദ ഹെഡ് ഓഫ് ലിക്വിഡ് ഫ്രം ദ സെൻറ്റർ, ഹെഡ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്, ഡെപ്ത് ഓഫ് ലിക്വിഡിനാണ് ഹെഡ് ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത്. ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഒറിഫീസ് ഈസ് മോർ ദാൻ 5 times ദ ഡെപ്ത് ഓഫ് ദ ഒറിഫീസ്. ഒറിഫീസിൻ്റെ ഡെപ്തിനേക്കാളും 3 to 5 times കൂടുതലാണ് ഹെഡ് ഓഫ് ലിക്വിഡ് ഫ്രം ദ സെൻറ്റർ ഓഫ് ഒറിഫീസ് എങ്കിൽ അതിനെ നമ്മൾ സ്മോൾ ഒറിഫീസ് എന്ന് പറയും. അതുപോലെ 5 timesനേക്കാളും കുറവാണെങ്കിൽ അതിനെ നമ്മൾ ലാർജ് ഒറിഫീസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ലാർജ് ഒറിഫീസ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നുണ്ട്, അപ്പോൾ മനസ്സിലാവും. ഇനി അതുപോലെ തന്നെ ഷേപ്പിനനുസരിച്ചിട്ട് സർക്കുലർ ഒറിഫീസ്, ട്രയാങ്കുലർ ഒറിഫീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതുപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഷാർപ്പ് ക്രസ്റ്റഡ് എഡ്ജ് എങ്ങനെയാണെന്നുള്ളതനുസരിച്ച് ഷാർപ്പ് എഡ്ജഡ്, ബെൽ മൗത്തഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫ്രീ ഡിസ്ചാർജിങ്, ഡ്രൗണ്ട് ഓർ സബ്മേർജ്ഡ് ഒറിഫീസ് ഒക്കെ ഉണ്ട്. സബ്മേർജ്ഡ് എന്ന് പറഞ്ഞാൽ പകുതി മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഒറിഫീസിനെയാണ് സബ്മേർജ്ഡ്, മുങ്ങിക്കിടക്കുന്ന എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഫുള്ളി സബ്മേർജ്ഡ് ഉണ്ട്, പാർഷ്യലി സബ്മേർജ്ഡ് ഉണ്ട്. അതായത് ആ ഹോള് ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കും. അതായത് ഈ ഒറിഫീസ് ഒരു സബ്മേർജ്ഡ് ഒറിഫീസ് ആവുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ ഒരു വാട്ടർ ബോഡി കൂടെ
ഒരു കണ്ടെയ്നർ കൂടെ ഈ ഒരു റൈറ്റ് സൈഡിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒറിഫീസിൻ്റെ മുകളിൽ, റൈറ്റ് സൈഡിൽ ഒറിഫീസിൻ്റെ മുകളിലായിരിക്കും വാട്ടർ ലെവൽ ആ കണ്ടെയ്നറിൽ ഉണ്ടാവുക. അതാണ് സബ്മേർജ്ഡ് ഒറിഫീസ്. ഈ ഒരു ഒറിഫീസ് മുങ്ങിക്കിടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഇതുപോലൊരു ജെറ്റായിട്ടല്ല ഫ്ലൂയിഡ് പുറത്തോട്ട് വരിക. കാരണം ഈ സൈഡിലും ഫ്ലൂയിഡ് ഉണ്ടാവും സബ്മേർജ്ഡ് ഒറിഫീസിൻ്റെ കേസിൽ. സോ അതെന്തായാലും നിങ്ങൾക്ക് ഇത്തവണ സിലബസിൽ നിന്ന് സബ്മേർജ്ഡ് ഒറിഫീസൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ കൂടുതലും അത് പറയുന്നില്ല. സോ നമുക്ക് ഈ ഒരു ഒറിഫീസിൻ്റെ കേസ് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഹെഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 2 പോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് പോയിൻ്റ് 1 ഇവിടെയും പോയിൻ്റ് 2 എന്ന് പറയുന്നത് വീന കോൺട്രാക്റ്റൈൽ. വീന കോൺട്രാക്റ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിലൂടെ, ഈ ഒരു ഒറിഫീസിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണ്. അപ്പം ഈ ഒരു ഡയമീറ്റർ ഓഫ് ഒറിഫീസിനേക്കാളും ചെറുതായിരിക്കും വീന കോൺട്രാക്റ്റ്. അതായത് ഇവിടെ ഒരു ജെറ്റ് ഓഫ് ഫ്ലൂയിഡാണ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഡയമീറ്റർ വളരെ കുറവും അതുപോലെ തന്നെ ഈ വെലോസിറ്റി വളരെ കൂടുതലുമായൊരു പോയിൻ്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ വീന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, ഒരു ടാങ്കിൻ്റെ ഏകദേശം ബോട്ടം ഭാഗത്തൊരു ഹോൾ ഇട്ട് അതിലൂടെ വാട്ടർ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു സെർട്ടൻ പോയിന്റിൽ അതിൻ്റെ ഡയമീറ്റർ കുറഞ്ഞ വെലോസിറ്റി കൂടുതലും, പിന്നെ താഴോട്ട് ഡിസ്ട്രാക്ട് ചെയ്തിട്ടാണ്, സ്പ്രെഡ് ചെയ്തിട്ടാണ് വെള്ളം താഴോട്ട് വരുന്നത്. നിങ്ങൾക്കൊന്ന് പ്രാക്ടിക്കലി നിങ്ങൾക്കൊന്ന് ഊഹിച്ചാൽ മനസ്സിലാവും. ഒരു ടാങ്കിൻ്റെ അടിയിൽ ഒരു ഹോൾ ഉണ്ട്, അതിലൂടെ ഒരു ജെറ്റ് ഓഫ് വാട്ടർ പുറത്തോട്ട് വരികയാണെങ്കിൽ ഒരു സെർട്ടൻ ഡിസ്റ്റൻസ് ഹോൾ കഴിഞ്ഞ് കുറച്ച് അകലെ അത് ഒരു ചെറിയ ഡയമീറ്ററിൽ അതുപോലെ തന്നെ മാക്സിമം വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യും. പിന്നെ അതങ്ങ് സ്പ്രെഡ് ചെയ്തിട്ടാണ് താഴോട്ട് വീഴുന്നത്. ആ ഒരു ഇമാജിൻ ചെയ്യാതെ. അപ്പോൾ ആ സ്മോൾ ഡയമീറ്റർ ആയിട്ടുള്ള വെലോസിറ്റി കൂടിയ ഏരിയ സെക്ഷനെയാണ് നമ്മൾ വീന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ആ വീന കോൺട്രാക്റ്റിലാണ് നമ്മൾ പോയിൻ്റ് 2 കൺസിഡർ ചെയ്യുന്നത്. അതിന് ഹൊറിസോണ്ടലായിട്ട് ഈ ടാങ്കിനകത്താണ് പോയിൻ്റ് 1 കിടക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജെറ്റ് ഡൈവേർജസ് ആൻഡ് ഈസ് അട്രാക്റ്റഡ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ ബൈ ദ ഗ്രാവിറ്റി. പിന്നെ ജെറ്റ് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്ത് താഴോട്ട് പോകും. ഓക്കെ, കൺവേർജ് ചെയ്യല, ഡൈവേർജ് ചെയ്ത് പോകും. ആദ്യം ഇത് കുറച്ച് കൺവേർജ് ചെയ്തിട്ട് വീന കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഡയമീറ്റർ കുറഞ്ഞൊരു വെലോസിറ്റി കൂടിയ ഏരിയ എത്തും. പിന്നെ അത് ഡൈവേർജ് ചെയ്ത് താഴോട്ട് പോകും. സോ 2 പോയിൻറ്റ്സ് 1 and 2 എവിടേക്കാണ് കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞു. ഇനി ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഏരിയ മിനിമം ആകുമ്പോഴാണ് നമ്മൾ പറഞ്ഞു അല്ലേ, വീന കോൺട്രാക്റ്റ് വരുന്ന കേസൊക്കെ നമ്മൾ പറഞ്ഞു. സോ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണ്. P1/ρg പ്ലസ് V1² / 2g പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2/ρg എക്സെട്ര. Z1 ഉം Z2 ഈക്വൽ ആണ്, അപ്പോൾ അത് പോയി. P1/ρg അതായത് പ്രഷർ ഹെഡും കൈനറ്റിക് ഹെഡും മാത്രമായി. ഡാറ്റം ഹെഡ് ഈക്വൽ ആയതുകൊണ്ട് ഡാറ്റം ഹെഡ് ഇല്ല. പ്രഷർ ഹെഡ് P1/ρg, കൈനറ്റിക് ഹെഡ് V1² / 2g മാത്രമാണ് ഉള്ളത്. സോ നമുക്കിവിടെ P1/ρg ക്യാപിറ്റൽ H എന്ന് പറയാം. അതായത് ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള പ്രഷർ എന്താണ്? അതിന് മുകളിലുള്ള ഹെഡ് ഓഫ് ലിക്വിഡ് പറഞ്ഞാൽ ഡെപ്തിനെയാണ് പറയുന്നത്. ക്യാപിറ്റൽ H ആണ് ഹെഡ് ഓഫ് ലിക്വിഡ്. അപ്പോൾ ρg H എന്ന് പറയുമ്പോൾ ρg × ക്യാപിറ്റൽ H. അപ്പോൾ P1/ρg എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ H ആണ് വരിക. ഓക്കെ, അതുപോലെ P2/ρg എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ മുകളിൽ വാട്ടർ ബോഡി ഇല്ല. അപ്പോൾ അത് അറ്റ്മോസ്ഫിയർ പ്രഷറാണ് ആ പോയിന്റിൽ വരുന്നത്. ഫ്ലൂയിഡ് പ്രഷർ വരുന്നില്ല, മുകളിൽ വാട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ P2/ρg എന്താണ്? 0 ആണ്. സോ നമുക്ക് കൺസിഡർ ചെയ്യാം. V1 ഈസ് വെരി സ്മോൾ ഇൻ കമ്പാരിസൺ ടു V2 ആസ് ഏരിയ ഓഫ് ടാങ്ക് ഈസ് വെരി ലാർജ് ആസ് കമ്പയർഡ് ടു ദ ഏരിയ ഓഫ് ദി ജെറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ വെലോസിറ്റി വളരെ ചെറുതായിരിക്കും. കാരണം ഈ ഒരു വാട്ടർ ബോഡിയിൽ ഫ്ലോ ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ വളരെ കുറവായിരിക്കും. പക്ഷേ ഈ ഒരു കേസിൽ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ മാക്സിമം വെലോസിറ്റി ആയിരിക്കും. നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഊഹിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ടാങ്കിൻ്റെ ബോട്ടം പോർഷനിൽ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള വെലോസിറ്റി, ഇവിടെ കൂടുതൽ സ്പീഡിലായിരിക്കും വാട്ടർ പുറത്തോട്ട് വരുന്നത്. പക്ഷേ ഈ പോയിന്റിൽ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ വളരെ കുറവായിരിക്കും. നമുക്ക് പ്രാക്ടിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനുള്ളൊരു ഉത്തരം കിട്ടും. അപ്പോൾ V1 വളരെ കുറവാണ് അല്ലേ. ഈ ഒരു ഏരിയയിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് സ്പീഡിലല്ല ഫ്ലോ ചെയ്യുക, വളരെ സ്ലോയിലായിരിക്കും. അത് ഇങ്ങോട്ട് എത്തുന്തോറും വെലോസിറ്റി കൂടും. കാരണം ഇവിടെ ഒരു ഹോള് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ മാക്സിമം വെലോസിറ്റി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ V1 വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ V1² / 2g നമുക്ക് 0 ആണെന്ന്
എടുക്കാൻ പറ്റും, V1 വളരെ ചെറുതായതുകൊണ്ട്. സോ H പ്ലസ് 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് V2 സ്ക്വയർ ബൈ 2G. P2 ബൈ റോ G 0 ആണ്. സോ ഇങ്ങനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. സോ ഇതിൽ നിന്ന് നമുക്ക് H ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ H ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2G എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ V2 അതായത് വെലോസിറ്റി അറ്റ് വീന കോൺട്രാക്റ്റ എന്ന് പറയുന്നത് ഈ ഒറിഫീസിന് പുറത്തുള്ള ഒരു പോയിൻ്റ് ആണ്, മാക്സിമം വെലോസിറ്റി ആണ് വരുന്നത്. സോ ആ വെലോസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതായത് ഈ ഒറിഫീസിലൂടെ പുറത്തോട്ട് വരുമ്പോഴുള്ള വെലോസിറ്റി. V2 ഈസ് ഈക്വൽ ടു റൂട്ട് 2GH. H എന്ന് പറയുന്നത് ക്യാപിറ്റൽ H എന്ന് പറയുന്നത് ഹെഡ് ഓഫ് വാട്ടർ ആണ് പറയുന്നത്, ഇൻ ദ ടാങ്ക് ആണ്. ഓക്കെ, ഇതിന് ഈ ഒരു ഒറിഫീസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഉള്ള ഒരു ഹൈറ്റ് ആണ് ക്യാപിറ്റൽ H എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ എന്ത് കിട്ടി? V2 ഈസ് ഈക്വൽ ടു റൂട്ട് 2GH. അത് തിയറട്ടിക്കൽ വെലോസിറ്റി ആണ്. ആക്ച്വൽ വെലോസിറ്റി വിൽ ബി ലെസ് ദാൻ ദിസ് വാല്യൂ. ഈ വാല്യൂവിനേക്കാളും കുറവായിരിക്കും ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നമ്മൾ ഒറിഫീസ് പഠിച്ചു അല്ലേ, ഇവിടെ നമ്മളൊരു ടാങ്ക് വിത്ത് ആൻ ഒറിഫീസാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ആണ്. നമ്മളിപ്പോൾ വെഞ്ചുറിമീറ്റർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഒറിഫീസ് മീറ്റർ, പിറ്റോ ട്യൂബ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒറിഫീസ്, ഈ കേസിൽ ടാങ്ക് വിത്ത് ആൻ ഒറിഫീസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ കേസിൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി, കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്, ഈ 3 ടേമും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നേരത്തെ നമ്മൾ ഒറിഫീസിൻ്റെ കേസിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷനും കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജും തമ്മിലൊക്കെ ഒരു ഇക്വേഷനൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ ഫൈനൽ ഇക്വേഷൻ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ ഈ ഒരു 3 കോഎഫിഷ്യൻറ്റിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആക്ച്വൽ വാല്യൂ കിട്ടാൻ വേണ്ടി, ഇപ്പോൾ ഡിസ്ചാർജ് ആണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ഡിസ്ചാർജ് കിട്ടാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് CD. അതുപോലെ തന്നെയാണ് CVയും വരുന്നത്. ഇതൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻ വരുന്നുണ്ട്, അത് CC എന്ന് പറയുന്നൊരു കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ വെച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പറയുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആണ്. So it is defined as the ratio between the actual velocity of a jet of liquid at vena contracta. Vena contracta ഫിഗറിൽ നോക്കുക, എവിടെയാണ്? ഒറിഫീസിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന പോയിൻ്റാണ്. ആ വീന കോൺട്രാക്റ്റയിലുള്ള ആക്ച്വൽ വെലോസിറ്റിയും തിയറട്ടിക്കൽ വെലോസിറ്റി ഓഫ് ജെറ്റും തമ്മിലുള്ള എന്താണ് റേഷ്യോ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്. CV ഈസ് ഈക്വൽ ടു ആക്ച്വൽ വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് വീന കോൺട്രാക്റ്റ ഡിവൈഡ് ബൈ തിയറട്ടിക്കൽ വെലോസിറ്റി. നമുക്കറിയാം ആക്ച്വൽ വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് വീന കോൺട്രാക്റ്റയെ നമുക്ക് ക്യാപിറ്റൽ V എന്ന് ഡിനോട്ട് ചെയ്യാം. തിയറട്ടിക്കൽ വെലോസിറ്റി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്താണ്? റൂട്ട് 2GH ആണ്. സോ ക്യാപിറ്റൽ V ബൈ റൂട്ട് 2GH ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ഒറിഫീസിൻ്റെ കേസിൽ എന്താണ് 0.95 മുതൽ 0.99 വരെ വാരി ചെയ്യും, ഡിപ്പെൻഡിങ് ഓൺ ദ ഷേപ്പ്, സൈസ് ഓഫ് ദ ഒറിഫീസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിഫറൻറ്റ് സൈസാണ്, ഷേപ്പ് ഉണ്ട്, പല രീതിയിൽ അല്ലേ. നമ്മൾ ഷാർപ്പ് എഡ്ജ്ഡ് ഒറിഫീസ് എന്നൊക്കെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഷാർപ്പ് എഡ്ജ്ഡ് ഒറിഫീസ് ആണെങ്കിൽ CVൻ്റെ വാല്യൂ 0.98 ആണ്, എങ്കിലും അതിൻ്റെ ഒരു റേഞ്ച്, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റിൻ്റെ റേഞ്ച് CV 0.95 മുതൽ 0.99 വരെയാണ്. സോ നെക്സ്റ്റ് നമുക്ക് വരുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ ഏരിയ ഓഫ് ദ ജെറ്റ് അറ്റ് വീന കോൺട്രാക്റ്റ ടു ദ ഏരിയ ഓഫ് ദ ഒറിഫീസ്. അതായത് ഒറിഫീസ്, അതായത് ആ ഹോളിൻ്റെ ഏരിയ, ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അതിനാണ് ഒറിഫീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏരിയ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏരിയ ഓഫ് ജെറ്റും ഏരിയ ഓഫ് ദ ഒറിഫീസും തമ്മിലുള്ള ഏരിയ ഓഫ് ജെറ്റ്, പുറത്തോട്ട് ഫ്ലോ ചെയ്യുന്ന ജെറ്റിൻ്റെ ഏരിയ, ഓക്കെ, അതിൻ്റെ ഡയമീറ്റർ കുറവായിരിക്കും ഒറിഫീസിനേക്കാളും. ഒറിഫീസ് എന്ന് പറയുന്നത് ആ ഹോളാണ്, ആ ഹോളിൻ്റെ ഏരിയ. സോ ആ ഒരു റേഷ്യോ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ, എത്രത്തോളം കോൺട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വീന കോൺട്രാക്റ്റ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഒറിഫീസ്. അപ്പോൾ AC ബൈ A എന്നുള്ളതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ. അത് 0.61 to 0.69 വരെയാണ് വാരി ചെയ്യുന്നത്. പക്ഷേ ജനറലി നമ്മൾ എടുക്കുന്നത് 0.64 ആണ്. ഡിഫറെൻറ്റ് സൈസും ഷേപ്പിലും ഒക്കെയാണ് ഈ ഒരു റേഞ്ച് പറയുന്നത്, പക്ഷേ യൂഷ്വലി നമ്മൾ 0.64 ആണ് എടുക്കുന്നത്. അടുത്ത ഹൈഡ്രോളിക് കോഎഫിഷ്യൻ്റ് ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഓൾറെഡി അറിയാം, എന്താണ്? ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ തിയറട്ടിക്കൽ ഡിസ്ചാർജ് ആണ്. ഇനി ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ വെലോസിറ്റി ഇൻറ്റു ആക്ച്വൽ ഏരിയ ഡിവൈഡ് ബൈ തിയറട്ടിക്കൽ വെലോസിറ്റി ഇൻറ്റു തിയറട്ടിക്കൽ ഏരിയ. സോ ഇതിനകത്ത് നമുക്ക് ആക്ച്വൽ വെലോസിറ്റി ഡിവൈഡ് ബൈ തിയറട്ടിക്കൽ വെലോസിറ്റി ഇൻറ്റു ആക്ച്വൽ ഏരിയ ബൈ തിയറട്ടിക്കൽ ഏരിയ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആക്ച്വൽ വെലോസിറ്റി ബൈ തിയറട്ടിക്കൽ വെലോസിറ്റി എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആണ്. ആക്ച്വൽ ഏരിയ ബൈ തിയറട്ടിക്കൽ വെലോസിറ്റി കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ ആണ്. നമ്മളിവിടെ പറഞ്ഞു ആക്ച്വൽ ഏരിയ ബൈ
തിയറട്ടിക്കൽ ഏരിയ എന്ന് പറയുന്നത്. ആക്ച്വൽ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വീന കോൺട്രാക്റ്റ, തിയറട്ടിക്കൽ ഏരിയ ഓഫ് ഓറിഫീസ് ആണ്. സോ അങ്ങനെയാണ്. അപ്പോൾ സി ഡി ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു സി സി എന്ന് കിട്ടി. ഓക്കെ, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ. അപ്പോൾ ഇങ്ങനെ എക്സാമിന് ഇങ്ങനെ വല്ല ക്വസ്റ്റ്യനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ എഴുതുക, എന്നിട്ട് മൂന്നാമത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക ഇനി സി ഡിൻ്റെ വാല്യൂ 0.61 to 0.65 ആണ്. നേരത്തെ നമ്മൾ 0.69 പഠിച്ചത് ഏതാണ്? വെഞ്ചുറി മീറ്ററിൻ്റെ കേസിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. നേരത്തെ നമ്മൾ 0.69 ആണ് കോമൺലി എടുക്കുന്നത് പറഞ്ഞത്. ഇത് ഒറിഫീസിൻ്റെ കേസിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. ഓക്കെ, ടാങ്ക് വിത്ത് ആൻ ഒറിഫീസ് കൺസിഡർ ചെയ്യുമ്പോഴുള്ളതാണ് 0.61 to 0.65. നമ്മൾ കോമൺലി എടുക്കുന്ന 0.62 ആണ്. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇത് മൂന്നും എടുത്തുകൊണ്ട് ചോദിക്കാം. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി, കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, സി ഡി ഈസ് ഈക്വൽ ടു, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു എ പ്രൊഡക്റ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ, ഇങ്ങനെയും ചോദിക്കാം. സോ ഇതൊക്കെയാണ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് പ്രോബ്ലംസ് ആയിട്ട് കൂടുതൽ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല, അതിന് മച്ച് ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കുക, അതായത് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനാണ് വരുന്നത്. അതായത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച തിയറട്ടിക്കൽ വെലോസിറ്റി ഇക്വേഷൻ ഉണ്ട് √2gh, അതും ഈ ഒരു റിലേഷൻഷിപ്പൊക്കെ വെച്ചിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് വരുന്നത്. സോ രണ്ടാമത് ഒരു പ്രോബ്ലം കൂടെ കൊടുത്തിട്ടുണ്ട്, ആ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ എങ്ങാനും 3 മാർക്കിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇനി ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് നമ്മൾ ടാങ്ക് വിത്ത് ആൻ ഒറിഫീസിൽ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ, ഇതും എക്സാമിന് മുമ്പ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ്. അപ്പോൾ സാധാരണ കാണുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്താണെന്ന് നേരത്തെ നമ്മളിപ്പോൾ പഠിച്ചു വെച്ച കാര്യം അങ്ങ് എഴുതി വെക്കും. അതല്ല ചെയ്യേണ്ടത്. എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫിഗറൊക്കെ വരച്ചിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. എക്സ്പെരിമെൻ്റലി എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ രണ്ടും രണ്ടാണ്. ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യം പഠിച്ചത് എഴുതുക. എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കാര്യം എഴുതാം. ഓക്കെ, അപ്പോൾ അത് തെറ്റിക്കരുത്, ശ്രദ്ധിച്ചിട്ട് എഴുതാം. സോ നമ്മൾ ഫസ്റ്റ് എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ ഒരു ടാങ്കും ഒരു മെഷറിംഗ് ടാങ്കും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹെഡ് ഓഫ് വാട്ടർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഈ ഒറിഫീസിലൂടെ വെള്ളം ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിന്നും വാട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഡെപ്ത്ത് അല്ലെങ്കിൽ ഈ ഒരു ഹൈറ്റ് നമ്മൾ എപ്പോഴും വാട്ടർ ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് മെഷറിംഗ് ടാങ്ക്, അതായത് ഈ ഒരു മെഷറിംഗ് ടാങ്കിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ മെഷറിംഗ് ടാങ്ക്, മെഷറിംഗ് ടാങ്കിലുള്ള വാട്ടറിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ടൈം, എത്ര സമയമാണ് ഫ്ലോ ചെയ്തത്, നമ്മൾ ആ ഒരു ടൈം മെഷർ ചെയ്യും. അതാണ് നമ്മുടെ ഡിസ്ചാർജ്, അതായത് ആക്ച്വൽ ഡിസ്ചാർജ്. നമ്മൾ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കുന്ന ആക്ച്വൽ ഡിസ്ചാർജ് ആണ് അത്, അതായത് ഏരിയ ഓഫ് മെഷറിംഗ് ടാങ്ക്. അപ്പോൾ അതും തെറ്റരുത്, നിങ്ങൾ എക്സ്പെരിമെൻ്റൽ എഴുതുമ്പോൾ ഏരിയ ഓഫ് മെഷറിംഗ് ടാങ്ക് എന്ന് തന്നെ എഴുതണം. കാരണം ഇവിടെ 2 ടാങ്ക് ഉണ്ട്, ഒന്ന് ഒറിഫീസ് ഉള്ള ടാങ്ക്, അതായത് ഈ ഒരു ഹോൾ ഉള്ള ടാങ്കും അതായത് മെഷറിംഗ് ടാങ്കും. അപ്പോൾ ഏരിയ ഓഫ് മെഷറിംഗ് ടാങ്ക് ഇൻറ്റു ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ ദ മെഷറിംഗ് ടാങ്ക്, മെഷറിംഗ് ടാങ്കിൽ തന്നെയുള്ള ഹൈറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ ടൈമാണെന്ത് ആക്ച്വൽ ഡിസ്ചാർജ്, എത്ര ടൈമാണ് ഫ്ലോ ചെയ്തത്, അതാണെന്ത് ആക്ച്വൽ ഡിസ്ചാർജ്. ഇനി തിയറട്ടിക്കൽ ഡിസ്ചാർജ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഏരിയ ഓഫ് ഒറിഫീസ് ഇൻറ്റു √2gh. ഈ √2gh നമ്മൾ നേരത്തെ V2 = √2gh ഡിറൈവ് ചെയ്തു അല്ലേ. വെലോസിറ്റി അറ്റ് വീന കോൺട്രാക്റ്റ്, ആ ഒറിഫീസിലൂടെ പുറത്തോട്ട് പോകുമ്പോഴുള്ള വെലോസിറ്റി ഇൻറ്റു ഒറിഫീസിൻ്റെ ഏരിയ ചെയ്ത് എന്ത് കിട്ടും? ഏരിയ ഇൻറ്റു വെലോസിറ്റി, ഡിസ്ചാർജ് കിട്ടുമല്ലോ. അതാണ് തിയറട്ടിക്കൽ ഡിസ്ചാർജ്, ഏരിയ ഓഫ് ഒറിഫീസ് ഇൻറ്റു വെലോസിറ്റി അറ്റ് വീന കോൺട്രാക്റ്റ് √2gh. സോ സ്മോൾ a ഇൻറ്റു √2gh. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്താണ്? ഈ ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ തിയറട്ടിക്കൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജ് ക്യൂവും അത് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. ആക്ച്വൽ ഡിസ്ചാർജ് ക്യൂ ഡിവൈഡഡ് ബൈ തിയറട്ടിക്കൽ ഡിസ്ചാർജ് എന്ന് പറയുമ്പം ഏരിയ ഓഫ് ഒറിഫീസ് സ്മോൾ a ഇൻറ്റു √2gh. അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
സോ ഇനി നെക്സ്റ്റ് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആണ്. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി പറയുമ്പോൾ നമ്മൾ ഈ ഫിഗറിനകത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു സംഭവം നോക്കാം. ഈ ഒറിഫീസിലൂടെ ഫ്ലൂയിഡ് ഈ ഒരു ടാങ്കിലോട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വീന കോൺട്രാക്റ്റയിലുള്ള ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് പാർട്ടിക്കിൾ ഒരു സർട്ടൻ ടൈം ടി എന്ന് പറയുന്ന ടൈം കൊണ്ട് ഈ ഒരു പോയിന്റിലേക്ക് പി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ അത് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എക്സ് ആണ്. വൈ ഡയറക്ഷനിൽ അതിൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഈ വൈ ആണ്. ഓക്കെ, ഈ ഒറിഫീസിൻ്റെ ഈ പോയിന്റിൽ നിന്ന് താഴോട്ടുള്ള ഈ ഡിസ്റ്റൻസ്, ഈ പിയിലേക്കുള്ള ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈയും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സും അത് ട്രാവൽ ചെയ്തു. ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഒരു ടി എന്ന് പറഞ്ഞ ഒരു ടൈം കഴിഞ്ഞിട്ട് പി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് എക്സും വൈയും എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ വി ആക്ച്വൽ വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് വീന കോൺട്രാക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ വി വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. നമുക്കറിയാം അല്ലേ, എക്സ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈ നമുക്ക് ഫിസിക്സ് എന്ന് അറിയാം. എന്താണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് ഹാഫ് ജി ടി സ്ക്വയർ ആണ്. ഫിസിക്സ് നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻസ് ആണ് ഈ രണ്ട് ഇക്വേഷനും. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് വി ഇൻറ്റു ടി ആണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈ ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ ആണ്. ടി എന്ന് പറയുന്നത് ടൈം ടേക്കൺ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ 1 എക്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ വി ഇൻറ്റു ടിയിൽ നിന്നും ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ വി എന്ന് എഴുതാം. ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ വി എന്ന് എഴുതാം. ഈ ഇക്വേഷൻ 2 ഹാഫ് ജി ടി സ്ക്വയറിലെ ടിക്ക് എക്സ് ബൈ വി എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയറിന് പകരം ടിക്ക് പകരം എക്സ് ബൈ വി ഹോൾ സ്ക്വയർ വരും, എക്സ് സ്ക്വയർ ബൈ വി സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2y എന്ന് കിട്ടും. അതിൽ നിന്ന് ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു റൂട്ട് എടുക്കുക, റൂട്ട് ഓഫ് ജി എക്സ് സ്ക്വയർ ബൈ 2y എന്ന് കിട്ടും. സോ അത് എന്ന് പറയുന്നത് എന്താണ്, ഈ ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് ആക്ച്വൽ വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ തിയറട്ടിക്കൽ വെലോസിറ്റി നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച വി തിയറട്ടിക്കൽ ഈസ് ഈക്വൽ ടു റൂട്ട് 2gh എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച തിയറട്ടിക്കൽ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എന്താണ്, സി വി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ വി ബൈ വി തിയറട്ടിക്കൽ. ക്യാപിറ്റൽ വി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആക്ച്വൽ വെലോസിറ്റി റൂട്ട് ജി എക്സ് സ്ക്വയർ ബൈ 2y. വി തിയറട്ടിക്കൽ ഡിവൈഡ് ചെയ്യുന്നത് ഇൻറ്റു ചെയ്യുമ്പോഴെന്ത് വരും, ക്യാപിറ്റൽ വി ഇൻറ്റു 1 ബൈ വി തിയറട്ടിക്കൽ, അതായത് 1 ബൈ റൂട്ട് 2gh എന്ന് വരും. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ബൈ 4y ഇൻറ്റു ക്യാപിറ്റൽ എച്ച് എന്നുള്ളതാണ് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്, നമ്മൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡിലാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിച്ചത്. നേരത്തെ എഴുതിയതുപോലെയല്ല, ഇവിടെ നമ്മൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡിൽ ഈ ഒരു മെഷറിംഗ് ടാങ്കൊക്കെ വെച്ചിട്ട് നമ്മൾ എക്സ് എന്ന ഡിസ്റ്റൻസ് ഹൊറിസോണ്ടലി സഞ്ചരിച്ചു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, വൈ എന്ന ഡിസ്റ്റൻസ് വെർട്ടിക്കലി സഞ്ചരിച്ചു എന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിവിടെ ആക്ച്വൽ വെലോസിറ്റി എഴുതിയത്. അതിൽ നിന്നാണ് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത തിയറട്ടിക്കൽ വെലോസിറ്റി യൂസ് ചെയ്തിട്ട് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിച്ചത്. സോ എക്സാമിന് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ചോദിക്കുകയാണെങ്കിൽ, ഹൈഡ്രോളിക് കോഎഫിഷ്യൻ്റ് കാണുന്ന എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെ എഴുതണം, അല്ലാതെ നമ്മൾ ആദ്യം പഠിച്ചത് എഴുതി വെക്കാൻ പാടില്ല. സോ നെക്സ്റ്റ് വരുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ ആണ്, സി സി. ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ ഈസ് ഡിറ്റർമൈൻഡ് ഫ്രം ദ ഇക്വേഷൻ. നമുക്ക് ഓൾറെഡി അറിയാം സി ഡി ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു സി സി ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആണ്. സോ ഇതാണ് എക്സ്പെരിമെൻ്റൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ്. ഇത് നമ്മൾ ടാങ്ക് വിത്ത് ആൻ ഒറിഫീസിൻ്റെ കേസിലാണ് പഠിച്ചത്. സോ എക്സാമിന് യൂഷ്വലി ചോദിക്കാറുണ്ട് എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ, എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി, എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്, അല്ലെങ്കിൽ ഇത് മൂന്നും എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് ചോദിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കേസ്. ഓക്കെ, സോ ഇതിനകത്തും പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള വാല്യൂസ് നമുക്ക് എക്സ് തന്നിട്ടുണ്ട്, വൈയും തന്നിട്ടുണ്ട്. അതായത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോർഡിനേറ്റ്സ് മെഷേർഡ് ഫ്രം ദ വീന കോൺട്രാക്റ്റ. നമ്മളിപ്പോൾ പറഞ്ഞ എക്സും വൈയും ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എക്സും വൈയും തരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു കേസിൽ വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്.
സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. സി വി ഇസ് ഈക്വൽ ടു എക്സ് ബൈ കോഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ഈക്വൽ ടു എക്സ് ബൈ റൂട്ട് 4y ക്യാപിറ്റൽ എച്ച് ആണ്. അപ്പോൾ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ എച്ച് 10 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതായത് കോൺസ്റ്റൻറ്റ് ഹെഡ് ഓഫ് 10 സെൻറ്റിമീറ്റർ ആണെന്ത് പറയുന്നത്. ഓക്കെ, എ ജെറ്റ് ഓഫ് വാട്ടർ ഇഷ്യൂയിങ് ഫ്രം എ ഷാർപ്പ് എഡ്ജ്ഡ് വെർട്ടിക്കൽ ഒറിഫീസ്. അപ്പോൾ ഈ ഒരു ഒറിഫീസിൻ്റെ ഷേപ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ കോഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോഷ്യൻ്റ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കോഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ കണ്ടുപിടിക്കണം. എന്താണ് കോഷ്യൻ്റ് ഡിസ്ചാർജ് 0.6 ആണെങ്കിൽ അതിനുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ കോഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ എക്സ് ബൈ റൂട്ട് 4y വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ അതിൽ നിന്ന് കോഷ്യൻ്റ് ഡിസ്ചാർജ് തന്ന സ്ഥിതിക്ക് കോഷ്യൻ്റ് ഓഫ് വെലോസിറ്റിയും കോഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷനും കണ്ടുപിടിക്കാം. സോ ഇതൊക്കെ എന്ന് വെച്ചാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, കൂടുതൽ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുണ്ട് കോഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ വരെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന കേസസ് ആണ്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഹൈഡ്രോളിക് കോഷ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിലുള്ളത് പറയുക. അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ചോദിച്ചാൽ രണ്ടാമത് പറഞ്ഞ കേസ് പറയുക. ഇനി ടാങ്ക് വിത്ത് ആൻ ഒറിഫീസിൻ്റെ കേസിലുള്ള തിയറട്ടിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒറിഫീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടാങ്ക് വിത്ത് ആൻ ഒറിഫീസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെലോസിറ്റീൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന വരെയുള്ള ഈ ഒരു ഡെറിവേഷൻ കൂടെ ചെയ്യുക. ഫസ്റ്റ് ഫിഗർ വരക്കുക, അതിനുശേഷം ഡിറൈവ് ചെയ്യുക. സിമ്പിൾ ഡെറിവേഷനാണ്, കൂടുതൽ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. എവിടെയാണ് വെലോസിറ്റി 0 ആവുന്നത്, എവിടെയാണ് മാക്സിമം ആവുന്നതൊക്കെ ഉള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ബെർണോളിസ് ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെലോസിറ്റി അറ്റ് വീന കോൺട്രാക്റ്റ് V2 അതായത് തിയറട്ടിക്കൽ വെലോസിറ്റി കിട്ടും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എന്താണ് ടാങ്ക് വിത്ത് ആൻ ഒറിഫീസ് ആൻഡ് hydraulic coefficients and its experimental method to determining the hydraulic coefficients.